ഇന്ന് പരിശുദ്ധ അമ്മയുടെ അമ്മയായ അന്നാ യോവാക്കീം വിശുദ്ധയുടെ തിരുനാളാണ്. ഇന്നേ ദിവസം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുള്ളത് എൻ്റെ ഒരു കാര്യമാണ്. എന്നെ മാമുദീസ മുക്കിയപ്പോൾ ഇട്ട പേര് അന്നമ്മ എന്നാണ്. പള്ളിയിൽ എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാനിവിടെ ഒരു സംഭവം വിവരിക്കുന്നത് ഈശോയും ഒരു ബാലനും യൂദാസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന ബുക്കിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഈശോയുടെ മനോഭാവം, ബാലൻ്റെയും ഈശോയുടെയും ഒരു സംഭാഷണം. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത ബുക്കിൽ നിന്ന് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം എൻ്റെ ഈ രാജാവായിരുന്ന ഈശോ പാവം എന്ന പുസ്തകത്തിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഈശോയോട് ഒരു ബാലൻ ചോദിക്കുന്നു. യൂദാസിനെ കുറിച്ച് മുമ്പ് ഈശോയോട് അഭിപ്രായം ചോദിച്ച ബാലൻ. ആ ചീത്ത മനുഷ്യൻ ഇപ്പോഴും നിന്റെ കൂടെയുണ്ടോ? ഏത് ചീത്ത മനുഷ്യൻ? അങ്ങനെ ആരും എൻ്റെ കൂടെയില്ല. പുഞ്ചിരിയോടെ ഈശോ അവനോട് പറയുന്നു. തീർച്ചയായും ഉണ്ട്. ആ ഉയരമുള്ള ഇരുണ്ട നിറമുള്ളവൻ. ചിരിച്ച അവൻ, ഞാൻ അന്ന് പറഞ്ഞില്ലേ, പുറമേ സുന്ദരൻ പക്ഷേ അകമേ വിരൂപൻ എന്ന്. അയാൾ ചീത്ത. അവൻ യൂദാസിനെ കുറിച്ചാണ് പറയുന്നത്. ഈശോയുടെ പിന്നിലുണ്ടായിരുന്ന തദേവൂസ് ഇവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് പറയുന്നു, എനിക്കറിയാം. ഈശോ തിരിഞ്ഞു മറുപടി പറയുന്നു, ആ മനുഷ്യൻ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അയാൾ എൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരുവനാണ്. ഇപ്പോൾ അവൻ വളരെ നല്ലവനാ. എന്തുകൊണ്ടാണ് നീ തലകുലുക്കുന്നത്? നിനക്ക് നിന്റെ അയൽക്കാരെ കുറിച്ച് ചീത്ത അഭിപ്രായം ഉണ്ടാകുവാൻ പാടില്ല, പ്രത്യേകിച്ച് നിനക്ക് അറിഞ്ഞുകൂടാത്തവരെ കുറിച്ച്. ബാലൻ തല താഴ്ത്തി മൗനമായി നിൽക്കുന്നു. നീ എന്നോട് മറുപടി പറയില്ലേ? ഞാൻ കള്ളം പറയുന്നത് നിനക്ക് ഇഷ്ടമില്ലല്ലോ. അങ്ങനെ പറയുകയില്ലെന്ന് ഞാൻ നിന്നോട് വാഗ്ദാനം ചെയ്തതുമാണ്. ഞാൻ ആ വാക്ക് പാലിച്ചു. എന്നാൽ അവൻ നല്ലവനാണെന്ന് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് സത്യമായിരിക്കയില്ല. കാരണം ഞാൻ വിചാരിക്കുന്നത് അവൻ ചീത്തയാണെന്നാണ്. നിനക്ക് സന്തോഷം നൽകാൻ ഞാൻ എൻ്റെ വായ് അടയ്ക്കാം. പക്ഷേ എൻ്റെ മനസ്സിനെ അടച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റുകയില്ല. അവൻ്റെ അഭിപ്രായം പെട്ടെന്നുള്ളതും ലളിതവും യുക്തപൂർവവും തന്നെ. അവൻ്റെ ബാലിശമെങ്കിലും യുക്തിവാദം കേട്ടിട്ട് എല്ലാവരും ചിരിക്കുന്നു. ഈശോ മാത്രം ചിരിക്കുന്നില്ല. ഈശോ നെടുനിശ്വാസം ഉതിർക്കുകയും ഇങ്ങനെ പറയുകയും ചെയ്യുന്നു, ആകട്ടെ, നീ ഒരു കാര്യം ചെയ്യണം. അവൻ ചീത്തയാണെന്ന് നിനക്ക് വാസ്തവത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ അവൻ നന്നാകുവാനായി നീ പ്രാർത്ഥിക്കണം. നീ അവൻ്റെ മാലാഖയായിരിക്കണം. അങ്ങനെ നിനക്ക് ചെയ്യാമോ? അവൻ നല്ലവനാകുമെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കും. അങ്ങനെ അതിനായി നീ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാകാനായിരിക്കും നീ പ്രാർത്ഥിക്കുന്നത്. ബാലൻ, ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ അവൻ ചീത്തയാവുകയും നിന്നോട് നന്നായി പെരുമാറുകയും ചെയ്യാതിരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന കൊണ്ട് ഉപകാരം ഉണ്ടാകയില്ല. ലോകത്തിൽ എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ യൂദാസിനേക്കാൾ വിചിത്രരായ ആളുകളെ കാണാനിടയാകും. അവർ വിചിത്രരാണെന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കിയാൽ നിങ്ങൾ ഏതു തരം അപ്പോസ്തലന്മാരായിരിക്കും? അങ്ങനെയല്ല വേണ്ടത്. അവർ വിചിത്രരായതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ സ്നേഹിക്കണം. കർത്താവിൻ്റെ ആടുകളായി അവരെ ക്ഷമയോടെ സ്നേഹിക്കണം.
പാപിയെ സ്നേഹിക്കുന്ന കർത്താവ്, ശത്രുവിനെ സ്നേഹിക്കുന്ന കർത്താവ്, എല്ലാം ശരി തന്നെ. ഈശോയുടെ ഈ മനോഭാവം പാപിയെ സ്നേഹിക്കുന്നവനും ശത്രുവിനെ സ്നേഹിക്കുന്നവനും ആയ ഈശോയുടെ ഈ മനോഭാവം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. എന്നാൽ വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചില സമയങ്ങളിൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ തന്നെ പറയും, എനിക്ക് ഇത് ക്ഷമിച്ച് സ്നേഹിക്കാനായിട്ട് ഞാൻ ദൈവമൊന്നുമല്ല എന്ന് പലരും പറയുന്നവരും ഉണ്ട്. നമുക്കത് പറയാം. പക്ഷേ ഈശോയുടെ മനോഭാവം അപ്പോസ്തലന്മാരിലായാലും നമ്മൾ ഓരോ വ്യക്തികളിലായാലും വേണ്ടത്, ഈശോ ഇവിടെ മറിയം വാൾത്തോർത്തയോട് സംസാരിച്ചിരിക്കുന്നു. അതാണ് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിൽ മറിയം വാൾത്തോർത്ത വെച്ചിട്ടുള്ള ഈ ഒരു പേജ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈശോയുടെ മനോഭാവം അല്പമെങ്കിലും നമ്മളിൽ ഉണ്ടാകുവാനും നമുക്ക് ഈശോയോട് തന്നെ പ്രാർത്ഥിക്കാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇന്നേ ദിവസം വിശുദ്ധ അന്ന യോവാക്കിൻ്റെയും തിരുനാളാണ്. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൂട്ടത്തിൽ പള്ളിയിൽ മാമോദീസ മുക്കിയ എൻ്റെ പേരും അന്നമ്മ എന്നാണ്. എനിക്ക് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് കരുതട്ടെ. ഗുഡ് നൈറ്റ് മൈ ഫ്രണ്ട്സ്. ഇതെൻ്റെ ഒരു ബുക്കാണ്. ഇതിൻ്റെ പിൻചട്ടയിൽ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഇന്നേ ദിവസം വിശുദ്ധ അന്നയുടെ തിരുനാളായി ഈ പാട്ടുകൂടെ ഞാൻ ആലപിക്കുന്നു. എൻ്റെ സ്വന്തം പാട്ട് തന്നെയാണ്. പണ്ട് പള്ളിയിൽ കുർബാനയ്ക്ക് പണ്ട് കാലത്ത് ഞാൻ ഇടദിവസങ്ങളിൽ പാടിയിട്ടുണ്ട് ഈ പാട്ട്, വർഷങ്ങൾക്ക് മുൻപ്. അപ്പനും അമ്മയും കൈവെടിഞ്ഞ നേരം അപ്പനായി അമ്മയായി ഞാനുമുണ്ട്. സോദരി സോദരേവരും മറന്നപ്പോൾ സാദരം ഞാൻ നിൻ ചാരത്തുമുണ്ട്. സൗഹൃദമൊന്നൊന്നായടന്നു പോയപ്പോൾ അകലാത്തോരേക സുഹൃത്തായി ഞാനും, അകലാത്തോരേക സുഹൃത്തായി ഞാനും. ബന്ധുക്കളെ വരും തള്ളിക്കളഞ്ഞപ്പോൾ ഞാൻ നിന്റെ ഉള്ളിൻ്റെ ബന്ധമായി തീർന്നു. സത്യം തെളിയിക്കാൻ വാക്കുകളില്ലാതെ വലഞ്ഞപ്പോൾ സത്യമായി സത്യമാം ഞാൻ നിന്നിൽ വാസം ചെയ്തു. അൾത്താര മുന്നിൽ കരഞ്ഞതുപോലും അപരാധമെന്നവർ ചൊല്ലിയപ്പോൾ കുഞ്ഞേ നിൻ ഹൃദയം അൾത്താരയാക്കി അതിനുള്ളിൽ ഞാനും ഉണ്ട്, അതിനുള്ളിൽ ഞാനും ഉണ്ട്. കരയാതെ കുഞ്ഞേ കഥനം തുടരാതെ കുടുകൂടാ ചിരി തൂകി നിന്നിടുക. കാലിത്തൊഴുത്തിൽ പിറന്ന ഞാൻ പിന്നെ കൽവരി കുരിശിൽ മാരിച്ചതല്ലോ. ഉത്ഥാനമെന്നൊരു നിത്യസത്യം പുൽകിയില്ലേ ഞാനും, പുൽകിയില്ലേ ഞാനും. കുഞ്ഞേ നീ എന്നോട്
എന്നോട് കൂടെ മാത്രം, എന്നോട് കൂടെ മാത്രം, എന്നോട് കൂടെ മാത്രം, എന്നോട് കൂടെ മാത്രം, എന്നോട് മാത്രം.